ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 18ൻ്റെ ഹിസ്റ്ററിയുടെ 3rd ചാപ്റ്റർ റൂളിംഗ് ദ കൺട്രി സൈഡാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം, എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെബലിയൻ ആൻഡ് ആഫ്റ്റർ. ബ്ലൂ റെബലിയൻ എന്ന് വെച്ചാൽ നീല വിപ്ലവം എന്നൊക്കെ പറയാം. ആൻഡ് ആഫ്റ്റർ അതായത് അതിന് ശേഷം, അതായത് ഒരു കലാപമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ മാർച്ച് 1859 thousands ഓഫ് റയോട്ട്സ് ഇൻ ബംഗാൾ റെഫ്യൂസ് ടു ഗ്രോ ഇൻഡിഗോ ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്നവർ നിർത്തിവെച്ചു, റെഫ്യൂസ് ചെയ്തു. ആസ് ദി റെബലിയൻ സ്പ്രെഡ് റയോട്ട്സ്, എവിടത്തെയാണ് ഇത്? ബംഗാളിലെയാണ്. ആസ് ദ റെബലിയൻ സ്പ്രെഡ് riots refused to pay rents to the planters and attacked indigo factories armed with swords and spears, bows and arrows. അതായത് അത് ഗ്രാജ്വലി ഒരിടത്ത് തുടങ്ങി പിന്നെ അത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ബ്ലൂ റെബലിയൻ സ്പ്രെഡ് ചെയ്തു. റയോട്ട്സ് റെഫ്യൂസ് ടു പേ റെൻറ്റ്സ് ടു ദി പ്ലാന്റേഴ്സിന് റെൻറ്റ് കൊടുക്കുന്നത് അവർ നിർത്തിവെച്ചു, അല്ലെങ്കിൽ അവർ കൊടുത്തില്ല. ആൻഡ് അറ്റാക്ക്ഡ് ഇൻഡിഗോ ഫാക്ടറീസ് ആംഡ് വിത്ത് സോർഡ്സ് ആൻഡ് സ്പിയേഴ്സ്. അവർ ഇൻഡിഗോ ഫാക്ടറീസൊക്കെ അറ്റാക്ക് ചെയ്തു ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്. എന്തൊക്കെയായിരുന്നു ആയുധങ്ങൾ? സോർഡ്സ് ആൻഡ് സ്പിയേഴ്സ്, വാളുണ്ടായിരുന്നു, കുന്തം ഉണ്ടായിരുന്നു, അതുപോലെ ബോസ് ആൻഡ് ആരോസ്, അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ച് അവർക്ക് അന്ന് അവൈലബിളായിട്ട് കിട്ടുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ അറ്റാക്ക് ചെയ്തു. വുമൺ ടേൺഡ് അപ്പ് ടു ഫ്ലൈറ്റ് വിത്ത് പോട്ട്സ്, പാൻസ് ആൻഡ് കിച്ചൺ ഇംപ്ലിമെൻറ്റ്സ്. സ്ത്രീകൾക്ക് സാധാരണ അടുക്കളയിലെ ആയുധങ്ങളാണുള്ളത് അല്ലേ, അപ്പോൾ ആ കിച്ചൺ ഇംപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരും ഈ റെബലിയനിലേക്ക് ഇറങ്ങി. ദോസ് ഹൂ വർക്ക്ഡ് ഫോർ ദി പ്ലാന്റേഴ്സ് വെയർ സോഷ്യലി ബോയ്കോട്ടഡ് ആൻഡ് ദി ഗുമസ്താസ്, ഏജൻറ്റ്സ് ഓഫ് പ്ലാന്റേഴ്സ് ഹൂ കെയിം ടു കളക്ട് റെൻറ്റ് വെയർ ബീറ്റൺ അപ്പ്. അതായത് പ്ലാന്റേഴ്സിന് വേണ്ടി ജോലി ചെയ്തിരുന്നവർ അവരത് ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിച്ചു. പ്ലാന്റേഴ്സിന് വേണ്ടിയിട്ട് അവരിനിയും ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ ഗുമസ്തന്മാരെന്ന് പറഞ്ഞാൽ ഈ ക്ലർക്കുണ്ടല്ലോ, ഇപ്പം LD ക്ലർക്ക്, UD ക്ലർക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ? ക്ലർക്കുമാരെന്ന് പറയുന്നത് എന്താണ്? ഗുമസ്തന്മാരാണ്. സോ ഗുമസ്താസ് അവരാരായിരുന്നു? ഏജൻറ്റ്സ് ഓഫ് പ്ലാന്റേഴ്സിൻ്റെ ഏജൻറ്റ്സ് ആയിരുന്നു. ഹൂ കെയിം ടു കളക്ട് റെൻറ്റ് വെയർ ബീറ്റൺ അപ്പ്. അതായത് റെൻറ്റ് പിരിക്കാൻ വന്ന ഗുമസ്തന്മാരെ വരെ അടിച്ചോടിച്ചു. റയോട്ട്സ് സോർ ദേ വുഡ് നോ ലോങ്ങർ ടേക്ക് അഡ്വാൻസ് ടു സോ ഇൻഡിഗോ നോർ ബി ബള്ളീഡ് ബൈ ദി പ്ലാന്റേഴ്സ്. ലത്തിയസ് ദ ലത്തി വീൽഡിങ് സ്ട്രോങ്മെൻ മെയിൻറ്റൈൻഡ് ബൈ ദി പ്ലാന്റേഴ്സ്. ഇവിടെ റയോട്ട്സ് ഒരു പ്രതിജ്ഞ എടുത്തു. സോർ ദേ വുഡ് നോ ലോങ്ങർ ടേക്ക് അഡ്വാൻസസ് ടു സോ ഇൻഡിഗോ സോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡിഗോ ഈ പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട്, പ്ലാന്റേഷന് വേണ്ടിയിട്ട് അവരിനിയും അഡ്വാൻസ് വാങ്ങിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു. അതായത് ഇനി അവർ പ്ലാന്റേഴ്സിൻ്റെ ഉപദ്രവം സഹിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു. ലാത്തി വീൽഡിങ് സ്ട്രോങ് മാൻ മെയിൻറ്റൈൻഡ് ബൈ ദി പ്ലാന്റേഴ്സ്. അതായത് പ്ലാന്റേഴ്സിൻ്റെ, അതുപോലെ ലാത്തിയൽസ് എന്ന് പറയുന്ന ഈ പ്ലാന്റേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ് ലാത്തി വീൽഡിങ് സ്ട്രോങ് മെൻ. അതായത് ഈ കമ്പും വടിയൊക്കെ പിടിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇനി അവരുടെ ഒന്നും ഉപദ്രവം ഇവർ സഹിക്കില്ല എന്നൊരു തീരുമാനമെടുക്കുന്നു. വൈ ഡിഡ് ദി ഇൻഡിഗോ പെസൻസ് ഡിസൈഡ് ദാറ്റ് ദേ വുഡ് നോ ലോങ്ങർ റിമെയിൻ സൈലൻറ്റ്? വാട്ട് gave them the power to rebel? Clearly, the indigo system was intensely oppressive, but those who are oppressed do not always rise up in rebellion. They do so only at times. എന്തുകൊണ്ടായിരിക്കാം ഇൻഡിഗോ പെസൻസ് ഡിസൈഡ് ചെയ്തത് ഇനി അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട കാര്യമില്ല? ദേ ഡു നോട്ട് നോ ലോങ്ങർ റിമെയിൻ സൈലൻറ്റ്. ഇനി അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല എന്ന് എന്തുകൊണ്ടായിരിക്കും? ക്ലിയർലി ദ ഇൻഡിഗോ സിസ്റ്റം വാസ് ഇൻറ്റൻസ്ലി ഒപ്രസീവ്. അടിച്ചമർത്തപ്പെടുന്ന ഒരു സിസ്റ്റമായിരുന്നു, അല്ലെങ്കിൽ ദുരിതപൂർണമായ ഒരു സിസ്റ്റമായിരുന്നു ഇൻഡിഗോ സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് അല്ലേ?
ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഇനിയും ഇതിനെതിരെ പ്രതികരിച്ചേ ഒക്കുകയുള്ളൂ എന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് ഈ പെസൻസ് അല്ലെങ്കിൽ ഈ റയോട്ട്സ് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒപ്രസീവ് ആയതുകൊണ്ടാണ്, അല്ലേ? ദുരിതപൂർണമായ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ്. In 1859, the Indigo Riots felt that they had the support of the local Samindas and the village headmen in their rebellion against the planters. 1859 ആയപ്പോഴേക്കും ഇൻഡിഗോ റയോട്ട്സിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് സമീന്ദാസും അതുപോലെ വില്ലേജ് ഹെഡ്സ്മാനും ഒക്കെ ഇതിനെതിരെ, ഈ സിസ്റ്റത്തിനെതിരെ ഒരു റെബലിയൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്, അല്ലേ? അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെതിരെ അവർ പ്രതികരിച്ചു. In many villages, headmen who had been forced to sign indigo contracts mobilized the indigo peasants and fought pitched battles with the ലാത്തിയാസ്. അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഈ വില്ലേജ് ഹെഡ്മാനൊക്കെ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം ഇവർക്കൊരു എവിടുന്നെങ്കിലും ഒരു വിപ്ലവം പൊട്ടി പുറപ്പെടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് മുന്നിട്ടിറങ്ങണമല്ലോ. മുന്നിട്ടിറങ്ങി കഴിയുമ്പോൾ പിന്നീന്ന് പിന്താങ്ങും എല്ലാവരും, അല്ലേ? അങ്ങനെയാണ്. അതായത് ആരെങ്കിലും ഒന്ന് മുന്നിട്ടിറങ്ങുക, അതിനെ പിന്നീട്, കാരണം അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നവരുടെ വികാരങ്ങളാണല്ലേ, അപ്പോൾ അവർ പ്രതികരിക്കും, തീർച്ചയായിട്ടും പ്രതികരിക്കും. അപ്പോൾ ഇവിടെ ലാത്തിയൽസിനെയൊക്കെ കൊണ്ട് ഇവർ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നവരാണ്. സോ എവിടെയെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായി എന്ന് കാണുമ്പോൾ ഇവരും അതിനെ പിന്താങ്ങും. In other places, even the Samindas went around villages urging the riots to resist the planters. ഇനി റയോട്ട്സ് എങ്ങും പ്രതികരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ പ്ലാന്റേഴ്സിനെ അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അങ്ങനെയുള്ള പ്ലേസിൽ സമീന്ദാസ് തന്നെ ചെന്ന് ഈ റയോട്ട്സിനെ ഇവരെ കുത്തിപ്പൊക്കി ഇതിനെതിരെ ഇറക്കുന്നുണ്ട്. These Samindas were unhappy with the increasing power of the planters and angry at being forced by the planters to give them land on long leases. ഈ സമീന്ദാസിന് ഇവരോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം എന്താണ്? സമീന്ദാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ജന്മികൾ, അല്ലേ? അവരെക്കാട്ടിലും പവറാണ് ഇവിടെ ആർക്ക്? പ്ലാന്റേഴ്സിന്. അതവർക്കൊരു വിരോധമാണ്. കാരണം എന്താണ്? അവരെക്കാട്ടിലും മുന്നിട്ട് നിൽക്കുന്നു പ്ലാന്റേഴ്സ്. അപ്പം അതവർക്കൊരു വൈരാഗ്യത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ സമീന്ദാസ് തന്നെ ഈ റയോട്ട്സിനെ ഈ വിപ്ലവത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്ലാന്റേഴ്സിനെ അനുസരിക്കാതെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് വരെ റയോട്ട്സിനെ അല്ലെങ്കിൽ പെസൻസിനെ ഈ സമീന്ദാസ് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഈ പ്ലാന്റേഴ്സിൻ്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ, അതായത് അവരുടെ ഈ ആൾബലവും പിൻബലത്തിൻ്റെ ഒക്കെ മുൻപിൽ ഈ സമീന്ദാസിന് അടിയറവ് പറയേണ്ടി വരികയും, അല്ലെങ്കിൽ അവരുടെ ലാൻഡൊക്കെ ഇവർക്ക് അവർ പറയുന്ന പോലെ തന്നെ ലീസിന് കൊടുക്കേണ്ടതായിട്ടും വരും. കാരണം എന്താണ്? ഇവരോട് ചേർത്ത് നിൽക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. അതായത് ഇവരെന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആൾക്കാരാണ്, അല്ലേ? അവർ ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണ്. സോ അവരോട് ചേർത്ത് നിൽക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പ്ലാന്റേഴ്സിനൊക്കെ അതിനനുസരിച്ചുള്ള പിൻബലം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ജന്മിമാരിൽ നിന്നൊക്കെ ഈ വസ്തുക്കൾ ലീസിനെടുത്തിട്ടാണ് അവർ ഈ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമൊക്കെ ഈ സമീന്ദാസിന് ഇവരോട് വൈരാഗ്യം കൂടാനുള്ള കാരണമായിട്ടുണ്ട്. The Indigo peasants also imagined that the British government would support them in their struggle against the planters. After the revolt of 1857, the British government was particularly worried about the possibility of another popular rebellion. ഇവിടെ ഇൻഡിഗോ പെസൻസ് ഇമാജിൻ ചെയ്യുകയാണ് ബ്രിട്ടീഷുകാരും കൂടെ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കൂടെ അവരോടൊപ്പം കൂടും. ഈ പെസൻസിനോടൊപ്പം കൂടിക്കൊണ്ട് ഈ പ്ലാന്റേഴ്സിന് എഗെയിൻസ്റ്റായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാന്റേഴ്സിന് എഗെയിൻസ്റ്റായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടും എന്നൊരു ഇമാജിനേഷനും കൂടി ഇവർ നടത്തുകയാണ്. ആഫ്റ്റർ ദി റിവോൾട്ട് ഓഫ് 1857, ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് പർട്ടിക്കുലർലി വറീഡ് അബൌട്ട് ദി പോസിബിലിറ്റി ഓഫ് അനദർ പോപ്പുലർ റെബല്യൻ. ഇവിടെ ഒരു വിപ്ലവം നടക്കുന്നതിന് സാധ്യതയെക്കുറിച്ചൊക്കെ അപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നത്. വെൻ ദി ന്യൂസ് സ്പ്രെഡ് ഓഫ് സിമ്മറിംഗ് റിവോൾട്ട് ഇൻ ദി ഇൻഡിഗോ ഡിസ്ട്രിക്ട്സ്, ദ ലെഫ്റ്റനൻറ്റ് ഗവർണർ ടൂർഡ് ദി റീജിയൺ ഇൻ ദി വിൻ്റർ ഓഫ് 1857. ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ ആ ഗവർണർ വന്നു. The riots saw the tour as a sign of government sympathy for their plight. When in Barasat, the magistrate Ashley Ethan
issued a notice stating that riots would not be compelled to accept indigo contracts. Word went around that Queen Victoria had declared that indigo need not be sown. Eden was trying to placate the peasants and control an explosive situation, but his action was read as support for the rebellion. ഈ ടൂറിനെ റയോട്ട്സ് കണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു അനുകൂലമായ നിലപാടാണെന്നാണ് റയോട്ട്സ് വിചാരിച്ചത്. വെൻ ഇൻ ബാരാസാത്ത് ദ മജിസ്ട്രേറ്റ് ആഷ്ലി ഈഡൻ issued a notice stating that riots would not be compelled to accept indigo contracts. ഈ കോൺട്രാക്റ്റിൽ റയോട്ട്സിനെ കൊണ്ട് നിർബന്ധിച്ച് കോൺട്രാക്ട്സ് എടുപ്പിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലെത്തുകയും word went around that Queen Victoria had declared that indigo need not be sown. അങ്ങനെ ക്വീൻ വിക്ടോറിയ അവിടെ ഇൻഡിഗോ പ്ലാന്റ് ചെയ്യണ്ട അല്ലെങ്കിൽ സോൺ ചെയ്യണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏഡൻ വാസ് ട്രൈങ് ടു placate that the peasants and control an explosive situation, but his action was read as support for the rebellion. ഈ റെബലിയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഏഡൻ നിന്നിരുന്നത്. ഏഡൻ എന്ന് പറയുന്ന ആരാണ്? മജിസ്ട്രേറ്റ് ആണ് അല്ലേ? ദ മജിസ്ട്രേറ്റ് ആഷ്ലി ഏഡൻ മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഈ റെബലിയനെ അല്ലെങ്കിൽ ഈ പെസൻസിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ക്വീൻ വിക്ടോറിയയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. As the rebellion spread, intellectuals from Calcutta rushed to the indigo districts. They wrote of the misery of the riots, the tyranny of the planters and the horrors of the indigo system. അതായത് റെബലിയൻ സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലെ ഉള്ളവരൊക്കെ ഇൻ്റലക്ച്വൽസ് എല്ലാം കൂടി എന്ത് ചെയ്തു? റഷ്ഡ് ടു ദ ഇൻഡിഗോ ഡിസ്ട്രിക്ട്സിലേക്ക്. അതായത് ഇൻഡിഗോ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ നമുക്ക്, ഇൻഡിഗോ പ്ലാന്റിന് അല്ലെങ്കിൽ ഫാക്ടറിയുടെ ചുറ്റുപാടും കിടക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് പോവുകയും ദേ റോട്ട് ദ മിസറി ഓഫ് ദി റയോട്ട്സ്, അവരുടെ ദുരിതങ്ങൾ, അതായത് റയോട്ട്സിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ ടൈറനി ഓഫ് ദി പ്ലാന്റേഴ്സിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം അല്ലെങ്കിൽ നിഷ്ഠൂര വാഴ്ച എന്നൊക്കെ പറയാം. അതുപോലെ ആൻഡ് ദി ഹൊറേഴ്സ് ഓഫ് ദി ഇൻഡിഗോ സിസ്റ്റം, ആ ഇൻഡിഗോ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൊറേഴ്സ് ഇതെല്ലാം അവർ എഴുതി. Worried by the rebellion, the government brought in the military to protect the planters from assault. ഈ റെബല്യൻ രൂക്ഷമായി കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഈ പ്ലാന്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ, അങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിന് സെറ്റപ്പ് ദി ഇൻഡിഗോ കമ്മീഷൻ ടു എൻക്വയർ ഇൻ ടു ദ സിസ്റ്റം ഓഫ് ഇൻഡിഗോ പ്രൊഡക്ഷൻ. ആ ഇൻഡിഗോ പ്രൊഡക്ഷൻ്റെ സിസ്റ്റത്തിനെ കുറിച്ചൊരു എൻക്വയറിക്ക് ഉത്തരവിടുകയും ചെയ്തു. ദ കമ്മീഷൻ ഹെൽഡ് ദ പ്ലാന്റേഴ്സ് ഗിൽറ്റി ആൻഡ് ക്രിട്ടിസൈസ്ഡ് ദം ഫോർ ദി coercive methods they used with indigo cultivators. അതായത് ഈ പെസൻസിൻ്റെ നേരെയൊക്കെ ഈ പ്ലാന്റേഴ്സ് അവരുടെ ആ ഒരു സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമെന്ന് തന്നെ പറയാം, അതേ രീതിയിലൊക്കെ ഈ പെസൻസിന് അല്ലെങ്കിൽ റയോട്ട്സിൻ്റെ നേരെ ഇവർ നടത്തിയിരുന്നതൊക്കെ ഈ കമ്മീഷന് ബോധ്യപ്പെടുകയും ഇറ്റ് ഡിക്ലെയർഡ് ദാറ്റ് ഇൻഡിഗോ പ്രൊഡക്ഷൻ വാസ് നോട്ട് പ്രോഫിറ്റബിൾ ഫോർ റയോട്ട്സ്. അതുപോലെ തന്നെ ഈ ഇൻഡിഗോ പ്രൊഡക്ഷൻ കൊണ്ട് റയോട്ട്സിന് യാതൊരു പ്രയോജനവും ഇല്ല, അവർക്ക് അതിൽ നിന്ന് യാതൊരു വരുമാനവും അവർക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. ദ കമ്മീഷൻ ആസ്ക്ഡ് ദ റയോട്ട് ടു ഫുൾഫിൽ ദെയർ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്സ് ബട്ട് ഓൾസോ ടോൾഡ് ദം ദാറ്റ് ദേ കുഡ് റെഫ്യൂസ് ടു പ്രൊഡ്യൂസ് ഇൻഡിഗോ ഇൻ ഫ്യൂച്ചർ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഇവർ സൈൻ ചെയ്തിട്ടാണ് ഇവർ ഇൻഡിഗോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ അത് ഈ പ്രാവശ്യം കൂടി ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ഇനി ഫ്യൂച്ചറിൽ ഇത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. ആഫ്റ്റർ ദി റിവോൾട്ട് ഇൻഡിഗോ പ്രൊഡക്ഷൻ കൊളാപ്സ്ഡ് ഇൻ ബംഗാൾ. ഈ റിവോൾട്ടിൻ്റെയൊക്കെ ഫലമായിട്ട് ഇൻഡിഗോ പ്രൊഡക്ഷൻ കൊളാപ്സായി, തകർന്ന് തരിപ്പണമായി ബംഗാളിൽ. ബട്ട് ദ പ്ലാന്റേഴ്സ് നൗ ഷിഫ്റ്റഡ് ദെയർ ഓപ്പറേഷൻ ടു ബീഹാർ. അവർ ബംഗാളിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി? ബീഹാറിലേക്ക് മാറി. With the discovery of synthetic dyes in the late 19th century, their business was severely affected, but yet they managed to expand production. When Mahatma Gandhi returned from South Africa, a peasant from Bihar persuaded him to visit
Champaran and see the plight of the indigo cultivators there. Mahatma Gandhi's visit in 1917 marked the beginning of the Champaran movement against the indigo planters. അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഡൈസ്, ഇത് നാച്ചുറൽ ഡൈ ആണല്ലേ. ഈ സിന്തറ്റിക് ഡൈയുടെ ഒരു കണ്ടുപിടുത്തവും ആ സമയത്താണ് നടക്കുന്നത്. ഇൻ ദി ലേറ്റ് 19th century ദെയർ ബിസിനസ് വാസ് സിവിയർലി അഫക്റ്റഡ്. അതായത് ഈ റിവോൾട്ട്, അതിനോടൊപ്പം തന്നെ ഈ സിന്തറ്റിക് ഡൈയുടെ ഒക്കെ ഉൽപ്പാദനം, അതെല്ലാം ഈ ഒരു പ്രൊഡക്ഷനെ കാര്യമായിട്ട് ബാധിച്ചു അല്ലേ. സിവിയർലി അഫക്റ്റഡ് ബട്ട് യെറ്റ് ദേ മാനേജ് ടു എക്സ്പാൻഡ് പ്രൊഡക്ഷൻ. എന്നിട്ടും അവർ പ്രൊഡക്ഷൻ നിർത്തിവെച്ചില്ല, കൂട്ടിക്കൊണ്ടേയിരുന്നു. വെൻ മഹാത്മാഗാന്ധി റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി തിരിച്ചു വരുമ്പോൾ എ പേഴ്സൺ ഫ്രം ബീഹാർ പേഴ്സുവേഡ് ഹിം ടു വിസിറ്റ് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇതൊരു ഇൻഡിഗോ പ്ലാന്റേഷൻ്റെ ഒരു ഏരിയ ആണ്. അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഗാന്ധിജിയെ ക്ഷണിക്കുകയും ആൻഡ് സീ ദ പ്ലൈറ്റ് ഓഫ് ദി ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ദെയർ, അവിടെയുള്ള ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിൻ്റെ ദുരിതവും ദുഃഖമൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധീസ് വിസിറ്റ് ഇൻ 1917 മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദി ചമ്പാരൻ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദി ഇൻഡിഗോ പ്ലാന്റേഴ്സ്. ഇൻഡിഗോ പ്ലാന്റേഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചമ്പാരൻ മൂവ്മെൻറ്റിൻ്റെ തുടക്കം അന്നാണ് ആരംഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.